IPL 2025 ചെന്നൈ സൂപ്പർ കിങ്സിന് ഇത് നല്ല കാലമാണോ ചീത്തക്കാലമാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആരാധകരെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഇപ്പോ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഗൈക്കോഡിന് ഒരു എൽബോ ഇഞ്ചുറി, അതുകൊണ്ട് ക്യാപ്റ്റൻസി നമ്മുടെ MS ധോനി അതായത് തല ഏറ്റെടുക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ സീസണില് വിസിൽ പോടാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മികച്ച ഒരു ബാറ്റ്മാൻ ആണ് ഗൈക്കോഡ്. അദ്ദേഹം പോകുമ്പോ ഒരു വലിയ വിടവ് ചെന്നൈക്ക് അവിടെ വന്നിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2 സീസണുകളിലും അദ്ദേഹം 500 മേലെ സ്കോർ ചെയ്തിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ്. ചെന്നൈയുടെ ബാറ്റിംഗിന്റെ നെടുംതൂണെന്ന് വരെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ. അദ്ദേഹം ഇപ്പൊ ഇഞ്ചേർഡ് ആയിട്ട് പുറത്തു പോവുകയാണ്. എന്നാണെങ്കിലും പണ്ട് മുതൽ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ആരൊക്കെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈയിൽ വന്നാലും അതിന്റെ ചുക്കാൻ പിടിച്ച് പുറകിൽ നിൽക്കുന്നത് ധോനിയാണെന്ന്. ഇപ്പോ മുന്നിൽ നിന്ന് അദ്ദേഹം ചുക്കാൻ പിടിക്കുകയാണ്. ആരാധകർക്ക് വിസിൽ പോടാനുള്ള അവസരം ചെന്നൈ സൂപ്പർ കിങ്സിന് കിട്ടുമെന്നാണ് കരുതുന്നത്. ഇവിടെ ക്രിക്കറ്റ് പ്രേമികൾക്ക് മൊത്തത്തിൽ ഒരു മിസ്സിംഗ് വരുന്നത്, അടുത്ത തവണ മുംബൈയുമായിട്ട് ചെന്നൈ കളിക്കുമ്പോൾ ധോനി ക്യാപ്റ്റൻസിയിൽ വരും. പക്ഷെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാപ്റ്റൻ അപ്പുറത്തില്ല, രോഹിത്തും ധോനിയും ക്യാപ്റ്റൻസി വരുന്ന ചെന്നൈ മുംബൈ ടീമിനെ കാണാൻ കൊതിയാവുകയാണ്. മുംബൈയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ അത്ര കഴിവില്ലാത്ത ആളാണെന്നല്ല, അദ്ദേഹം മികച്ച ഒരു ക്യാപ്റ്റനാണ്. കാരണം ഗുജറാത്തിന് വേണ്ടി അവരുടെ ആദ്യത്തെ കപ്പ് നേടിക്കൊടുത്തതിന് ശേഷമാണ് മുംബൈയിലേക്ക് ഹാർദിക് പാണ്ഡ്യ വരുന്നത്. പക്ഷേ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയുടെ വിളയാട്ടം കണ്ടിരുന്ന മുംബൈക്ക് ഹാർഡ്ലി ഒരു 5 മാച്ചോളമേ അദ്ദേഹത്തിന് വിജയിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അത് മുംബൈക്ക് രോഹിത് മേടിച്ചു കൊടുത്ത IPL ട്രോഫീസിന്റെ അത്രേ വരുന്നുള്ളൂ. ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് ചാടുന്നതിന് മുമ്പ് ഗുജറാത്തിൽ നിൽക്കുമ്പോൾ അവിടുത്തെ കോച്ച് ആശിഷ് നെഹ്റയായിരുന്നു. ഇവിടെ മുംബൈയിലേക്ക് എത്തുമ്പോൾ അതിനേക്കാൾ കൂടുതൽ റിസോഴ്സസ് വെച്ചിട്ട് പോലും 5 കളിക്കപ്പുറത്തേക്ക് ജയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. നേരെ തിരിച്ച് ഗുജറാത്തില് ഇപ്പോഴും ആശിഷ് നെഹ്റ തന്നെയാണ് കോച്ച്. പക്ഷേ ഗില്ലിനെ വെച്ച് അദ്ദേഹം അവിടെ വീണ്ടും വിജയങ്ങൾ കൊയ്യുകയാണ്. ഇപ്പോ ടേബിൾ ടോപ്പറായിട്ട് നിൽക്കുന്നത് ഗുജറാത്ത് തന്നെയാണെന്നുള്ളത്.